പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും സ്വാഗതം പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം വീണ്ടും എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. കർത്താവായ ദൈവം വീണ്ടും വലിയ ദാസനെ ഒരിക്കൽ കൂടി ഈശോയുടെ സനാതന സുവിശേഷം വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള രഹസ്യങ്ങൾ ആർക്കും അറിയത്തില്ലാതെ, ആരും പിടികൊടുക്കാതെ, ആരും സംസാരിക്കാതെ മാറ്റപ്പെട്ടു വച്ചിരിക്കുന്ന ആ വചനത്തിൻ്റെ അർത്ഥത്തെ ഗ്രഹിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഒന്നുകൂടി ക്രമീകരിക്കുവാൻ സർവശക്തനായ ദൈവം അനുവദിച്ചോർത്ത് നന്ദി പറയുന്ന കർത്താവിന് വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ സൂക്ഷ്മമായി ശ്രദ്ധിക്കുക എന്ന് പറയുന്നൊരു വചനം നിങ്ങൾ കേട്ടു. അത് വെളിപാട് ഗ്രന്ഥം 20-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ്. എല്ലാവർക്കും സംശയമുള്ളതും എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ട് സംസാരിക്കുന്നതും എല്ലാവർക്കും പിടികൊടുക്കാതെ നിഗൂഢമാക്കി വെച്ചിരിക്കുന്നതുമായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള ഡേറ്റുകളെ സംബന്ധിച്ചും 1000 വർഷം തുടങ്ങുന്നത് എപ്പോഴാണ് അവസാനിക്കുന്നത്, ഇത് ശരിയാണോ? യുഗാന്ത്യമായ 2030 ശേഷമാണോ 1000 വർഷം തുടങ്ങുന്നത്? അതോ 1000 വർഷം തുടങ്ങുന്നതിന് മുമ്പുള്ള യുഗാന്ത്യത്തിൽ ദുഷ്ടശക്തികളെ തകർത്തുകൊണ്ട് വീണ്ടും യേശു ഭൂമിയിലേക്ക് വന്ന് യേശുവിൻ്റെ കൂടെ ഭൂമിയിൽ തന്നെ നിത്യപ്രതീക്ഷയും നിത്യസന്തോഷവും 1000 വർഷം അനുഭവിച്ചുകൊണ്ടാണ് മുന്നോട്ട് ജീവിക്കുന്നത്? ഇങ്ങനെ ഒരുപാട് തർക്കങ്ങളും സംശയമുള്ള ഒരു തിരുവചന ലിഖിത രൂപമാണ് വെളിപാടിൻ്റെ പുസ്തകം 20-ാം അധ്യായം 1000 വർഷത്തെ ഭരണം എന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ വിശദമായ ഒരു ക്ലാസ്സാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അതിനതൊരു ഷോർട്ട് ഫോമിൽ ഒന്നുകൂടെ ദൃഢീകരിച്ചുകൊണ്ട്, ഒന്നുകൂടെ ക്രമീകരിച്ചുകൊണ്ട് വളരെ സുവ്യക്തമായിട്ട് നിങ്ങൾ സംസാരിക്കാൻ വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് പ്രേരണ തന്നതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കണം. അത് പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാം തിരുവചനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും. അങ്ങനെ ഒരു വചനമാണ് അതിനകത്ത് വർദ്ധിക്കാം. രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും. പ്രിയപ്പെട്ടവരെ, ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടാൻ തുടങ്ങിയത് എന്നു മുതലാണ്? അതാണ് ആദ്യത്തെ ഒരു ലക്ഷണം. അത് നമുക്ക് മനസ്സിലാക്കാം. ഈ യൂട്യൂബ് സംവിധാനം, അതായത് ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ബഹിരാകാശത്ത് വന്നിട്ട് ഏകദേശം 30-40 വർഷമേ ആയിട്ടുള്ളൂ. ആ കാലഘട്ടം മുതലാണ് യൂട്യൂബിൽ കൂടെ അഥവാ ഇൻ്റർനെറ്റിൽ കൂടെ സുവിശേഷം ലോകത്തിലെ എല്ലാ ആളുകൾക്കും കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതാണ് ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടുകയാണ്. മറ്റൊന്ന്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിമാന സർവീസുകൾ വന്നത് എന്നാണ്. നമുക്കറിയാം, വിമാനത്തിൽ കയറി വിദേശ രാജ്യങ്ങളിൽ പോയിട്ട്, കേരളത്തിൽ നിന്ന് വട്ടായിൽ വെച്ചൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് സുവിശേഷം പ്രസംഗിക്കുന്നു. അവിടെ നിന്ന് ധാരാളം അതിന് ഇങ്ങോട്ട് വരുന്നു. അതെല്ലാം വിമാന സർവീസുകൾ തുടങ്ങിയ ശേഷമാണ്, അല്ലാതെ പഴയ രീതിയിലുള്ള ട്രെയിൻ യാത്രയോ കപ്പൽ യാത്രയോ ഒന്നുമല്ല. അപ്പോൾ വിമാനം കണ്ടുപിടിക്കപ്പെട്ടത് ഏത് കാലഘട്ടം മുതലാണ്? വിമാനം കണ്ടുപിടിക്കപ്പെട്ടിട്ട് ഏകദേശം 100-120 വർഷമേ ആയിട്ടുള്ളൂ. 1900 കാലഘട്ടം, 1-ാം ലോക മഹായുദ്ധത്തിന് മുമ്പ് വിമാനങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിരുന്നു. ആ കാലഘട്ടം അപ്പോൾ ഏകദേശം 100 വർഷമേ ആയിട്ടുള്ളൂ വിമാനം കണ്ടുപിടിച്ച് സുവിശേഷം പറയാൻ വേണ്ടി പോകാനും വരാൻ തുടങ്ങിയത്. അപ്പോൾ ഏകദേശം രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രവേശിക്കപ്പെട്ടത് നമുക്ക് വ്യക്തമായിട്ട് ഒന്ന് ഇൻ്റർനെറ്റിൽ കൂടെ, മറ്റൊന്ന് വിമാന സർവീസ് കൂടെ. ഇത് രണ്ടും തുടങ്ങിയിട്ട് എത്ര കാലഘട്ടമായി? അപ്പോൾ രാജ്യത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും എന്ന് പറയുമ്പോൾ 2033 എന്ന യുഗാന്ത്യത്തിന് ശേഷം അന്ത്യം പൂർണ്ണമായി അന്ത്യം ആഗതമാകുമെന്ന് പറഞ്ഞാൽ പിന്നെ അന്ത്യം, എല്ലാത്തിൻ്റെയും അന്ത്യം എന്നാണ് അർത്ഥം. സൂര്യൻ്റെ അന്ത്യം, സൂര്യൻ കത്തി ചാമ്പലായി പോകുന്നു. ചന്ദ്രൻ്റെ അന്ത്യം, ചന്ദ്രൻ കത്തി ചാമ്പലായി പോകുന്നു. ഭൂമിയുടെ അന്ത്യം, ഭൂമി കത്തി ചാമ്പലായി പോകുന്നു. അത് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള വചനമാണെങ്കിലും നമുക്കതൊന്നുകൂടെ മനസ്സിലാക്കാനുള്ളൊരു അവസരം കർത്താവ് തരുന്നുണ്ട്. അത് സഫാനിയയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനമാണ്. 1-ാം അധ്യായം 8-ാം തിരുവചനം. അവിടെ എന്താണ് പറയുന്നത്? അവിടെ അസഹിഷ്ണുവായ ദൈവത്തിൻ്റെ ക്രോധാഗ്നിയിൽ ഭൂമി മുഴുവൻ ദഹിച്ചു പോവും, ഭൂവാസികളെ മുഴുവനും പൂർണ്ണമായും അവിടുന്ന് എന്നേക്കും ഉന്മൂലനം ചെയ്യുമെന്നാണ് സഫാനിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനം പറയും. അത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, ഭൂമി മുഴുവൻ ദഹിച്ചു പോകും, ഭൂമിയെ മുഴുവനും ഉന്മൂലനം ചെയ്യും, ഭൂവാസികളെ മുഴുവനും ഉന്മൂലനം ചെയ്യും എന്ന് പറയുമ്പോൾ മണ്ണ് എന്ന വസ്തു എന്നേക്കും അഗ്നിയായിട്ട് മാറും. പിന്നെ മണ്ണ് എന്നൊരു സംഭവം അവിടെയില്ല. അങ്ങനെ മണ്ണ് ഉരുകി തിളച്ച് ഒരു ദ്രവ്യമായി മാറണമെങ്കിൽ അതിന് ആണവ അഗ്നി തന്നെ വേണം. ആണവ അഗ്നി ഇല്ലാതെ ഭൂമി മുഴുവൻ ദഹിച്ചു പോവുകയില്ല, നമുക്കറിയാം. അപ്പോൾ അത് കണ്ടുപിടിക്കപ്പെട്ടു. ആണവ ആയുധങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട കാലഘട്ടങ്ങളിലാണ് ഇപ്പോൾ ലോകമുള്ളത്. ഞാൻ പറയാത്തത് തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ അത് രണ്ടാമത്തെ ലക്ഷണം. ഒന്ന് മത്തായിയുടെ സുവിശേഷം, രാജ്യത്തിൻ്റെ സുവിശേഷം ലോകം പ്രവേശിക്കപ്പെടും. ഒന്ന് ഇൻ്റർനെറ്റ് സംവിധാനം, മറ്റൊന്ന് വിമാനം.
മറ്റൊന്ന് ഭൂമി മുഖം ദഹിച്ചു, ഭൂവാസികളെ മുഴുവനും പൂർണ്ണമായും പെട്ടെന്നും അവിടുന്ന് ഉന്മൂലനം ചെയ്യും. അതിന് ആണവ ആയുധങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട കാലങ്ങളിലാണ് നമ്മൾ താമസിക്കുന്നത്. നമുക്കറിയാം. ഇനി ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ മനസ്സിലാക്കാം. ലൂക്ക 17:20, ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ അവിടുന്ന് കർത്താവ് പറയുകയാണ്. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ലൂക്ക 17-ാം അധ്യായം 26-ാം, നോഹയുടെ ദിവസങ്ങളിൽ സംഭവിച്ചത് എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലും. നോഹ പട്ടണത്തിൽ പ്രവേശിക്കുകയും ജലപ്രളയം വന്ന് സകലതും നശിപ്പിക്കുകയും ചെയ്യുന്നവരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു. ലോത്തിന്റെ നാളുകളിലും അങ്ങനെ തന്നെയായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും വീട് പണിയുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോയ ദിവസം സ്വർഗത്തിൽ തീയും ഗന്ധവും പെയ്ത് അവരെല്ലാം നശിപ്പിച്ചു. ഇപ്പുറം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന ദിവസങ്ങളും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്ന് നോഹയുടെ ദിവസവും, രണ്ട് ലോത്തിൻ്റെ നാളുകളും. നോഹയുടെ ദിവസങ്ങൾ എന്ന് പറയുന്നത് ജലപ്രളയമായിരുന്നു എങ്കിൽ ഇനിയുള്ള നോഹയുടെ കാലഘട്ടം എന്ന് പറയുന്നത് യുഗാന്ത്യത്തിലുള്ള നോഹയുടെ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് എന്താണ് വളരെ വ്യക്തമായിട്ട് മുൻ ക്ലാസ്സിൽ നിന്ന് കിടപ്പുണ്ടെങ്കിലും ഈ വചനത്തോട് ചേർത്ത് വെച്ച് ഒന്നുകൂടെ ഓർപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നോഹയുടെ ദിനങ്ങളിൽ ജലപ്രളയമല്ല, അഗ്നിപ്രളയമാണ്. തീ കൊണ്ടുള്ള പ്രളയമാണ്. തീ സമുദ്രം കടന്നു വരുന്നത് പോലെ, ഒഴുകി വരുന്നത് പോലെ തീ നമ്മുടെ അടുത്തേക്ക് വരും എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മളതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ അമേരിക്കയിലെ കാട്ടുതീ നമ്മൾ കാണുന്നത്, തീ പടർന്ന് വളരെ ഉയർത്തി തീ പടർന്ന് കത്തി വളരെ വേഗം വരും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ തീ കടൽ പോലെ ഒഴുകി തീ വരുമെന്ന് ഞാൻ പറയുമ്പോൾ തെറ്റില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കണം. മറ്റൊന്ന് യുദ്ധങ്ങളിൽ ബോംബ് സ്ഫോടനത്തിന് തീ അല്ല നമ്മളിനി കാണുന്നത്. യുദ്ധങ്ങൾ, ഒരു വലിയൊരു കെട്ടിടം ബോംബ് വീണ് പൊട്ടി അവിടെ തീ നമ്മൾ കാണും. പക്ഷെ ആ തീയല്ല, അതിൻ്റെയൊക്കെ 10,000 ഇരട്ടി മടങ്ങ് ചൂടുള്ള, സൂര്യനേക്കാൾ ശക്തിയും ശക്തിയുള്ള അഗ്നിയുള്ള ആണവബോംബിൻ്റെ സ്ഫോടനമാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് ലോത്തിൻ്റെ നാൾ എന്ന് പറയുമ്പോൾ സോദോം ഗൊമോറ നാളിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറയപ്പെട്ട സോദോം ഗൊമോറയുടെ ഉദ്ഘാടനം ഈ കഴിഞ്ഞ ദിവസം ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ആർക്കെങ്കിലും മനസ്സിലാകുമെന്ന് അറിയത്തില്ല. അതായത് 1.5 കോടി രൂപ കൊടുത്താൽ സുന്ദരികളായ റോബോട്ട് സ്ത്രീകളെ വാങ്ങാൻ മാർക്കറ്റിൽ കിട്ടുന്ന അവസ്ഥയിലേക്ക് ലോകം എത്തപ്പെട്ടിരിക്കുന്നു. വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വെളിപാട് ഗ്രന്ഥം 13-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രതിമ എന്ന ആ പ്രതിമയ്ക്ക് സംസാരശക്തി നൽകാനും, അതിന് സംസാരിക്കുവാനും, അതിന് നടക്കാനും എടുക്കുവാനും, അതിന് ജീവശ്വാസം നൽകാനും അധികാരം നൽകപ്പെട്ടു. അത് ശ്വാസം വലിക്കുന്ന പോലെ കാണിക്കുന്നു, നടക്കുന്നു, ചലിക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ അതും എത്തപ്പെട്ട കാലഘട്ടമാണ്. അതെല്ലാം യുഗാന്ത്യത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, അതിനുശേഷം അന്ത്യം ആഗതമാവും. ഈ അന്ത്യം ആഗതമായതിനു ശേഷം ഈ വലിയ സഭാനയുടെ പുസ്തകം പറഞ്ഞതുപോലെ ഇതെല്ലാം ഭൂവാസികളെ മുഴുവനും പൂർണ്ണമായും പെട്ടെന്നും ഉന്മൂലനം ചെയ്താൽ, ഈ വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ പ്രതിമയെ ആരാധിക്കുന്നത് കൊല്ലുന്ന കാലഘട്ടം വന്നാൽ വരും നമുക്കറിയാമല്ലോ. യുഗാന്ത്യത്തിൽ 2030 അതെല്ലാം വരും. അപ്പോൾ യേശുക്രിസ്തു പറയാണ്, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കും. പിന്നീട് യുഗാന്ത്യത്തിന് ശേഷം യേശുക്രിസ്തു ഭൂമിയിലില്ല. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന 1000 വർഷത്തെ ഭരണത്തെപ്പറ്റി വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട്, സംശയങ്ങളെ എടുത്തു മാറ്റിക്കൊണ്ട് തെളിവ് സഹിതം, തെളിവടക്കം, അതായത് ഇൻ്റർനെറ്റ് സംവിധാനം, വിമാന സർവീസുകൾ, ലോത്തിൻ്റെ നാളുകളിൽ ജലം വന്നെങ്കിൽ ഇന്ന് അഗ്നിപ്രളയം വരുന്നു. നോഹയുടെ ദിനങ്ങളിൽ ജലപ്രളയം വന്ന പോലെയാണെങ്കിൽ ഇന്ന് അഗ്നിപ്രളയം വരുന്നു. ലോത്തിൻ്റെ നാളുകളിൽ, അതായത് വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ റോബോട്ടുകളെ കണ്ടുപിടിക്കപ്പെട്ട അതുമായിട്ടുള്ള വിവാഹവും അതുമായിട്ടുള്ള സെക്സുകളൊക്കെ ഭൂമിയിൽ വരുമ്പോൾ അത് ലോത്തിൻ്റെ നാളുകൾ പോലെയാണെന്നും, അത്തരം സമയത്ത് കർത്താവ് തീയും ഗന്ധവും ഇറക്കിയതുപോലെ ആകാശത്ത് നിന്ന് ആണവായുധങ്ങൾ ഇറക്കുമെന്നും, അങ്ങനെ ഭൂമിയും സൂര്യനും ചന്ദ്രനും ഒറ്റ സെക്കൻഡിൽ കത്തിച്ചാമ്പലാകുമെന്ന് സഫാനയുടെ പുസ്തകത്തിൽ പറഞ്ഞ വചനം പോലെ സംഭവിക്കുകയും ചെയ്യുമ്പോൾ, അതിനുശേഷം പിന്നീട് ഭൂമി ഒരു പാതാളമാട്ടി ആയി മാറുമെന്നും, മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് യേശുവിൻ്റെ കൂടെ രണ്ടാമതൊരു വാസമുണ്ടെന്നും ഏത് പോഷ്കാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പ്രിയപ്പെട്ടവരെ. ഇത്രമാത്രം തെളിവോടുകൂടി നിങ്ങൾ സംസാരിച്ചിട്ടും ഇതിനകത്ത് ഷേർലി ഷിബു എന്നവരെ സഹോദരി കമന്റ് ഇട്ടിരിക്കുകയാണ്, അല്ല 1000 വർഷത്തെ ഭരണം യേശുവിൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. ആ സഹോദരിയുടെ ഒന്നും എനിക്ക് ഇനിയൊന്നും പറയാൻ, ഇതിൽ കൂടി തെളിവ് സഹിതം വെച്ച് പറയാൻ. അതായത് നമുക്കറിയാം, അന്ന് എഴുതപ്പെട്ട വചനത്തിൻ്റെ വസ്തുരൂപമാണ് പ്രത്യേകിച്ചും വെളിപാട് 13, 14 പറഞ്ഞിരിക്കുന്ന പ്രതിമ, അതിൻ്റെ സംസാരശക്തി, അതിൻ്റെ ചലനം നടക്കുന്നത്, അതിലാണ് റോബോട്ടുകൾ. ആ റോബോട്ടുകൾ കണ്ടുപിടിക്കപ്പെട്ട കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്രമാത്രം തെളിവ് സഹിതം വന്നിട്ടും ഷേർലി ഷിബു എന്ന സഹോദരിക്കൊക്കെ വലിയ സംശയം കിടക്കുകയാണ്. ഇതൊന്നുമല്ല, 1000 വർഷത്തെ ഭരണം ഭൂമിയിൽ യേശുവിൻ്റെ വരും.
2030 ശേഷം യേശുവിന് കൂടെ ഭൂമിയിൽ 1000 വർഷം ഭരണം ഉണ്ടാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഓക്കെ സഹോദരി, നിങ്ങളങ്ങനെ വിശ്വസിച്ചുള്ളൂ. പക്ഷേ ഞാൻ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. 2033 എന്ന സംഖ്യ ലോകത്ത് കാലണ്ടർ അടിച്ചു വന്ന് ഒരു വർഷമായിട്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, പ്രത്യേകിച്ച് 2025 ശേഷം 8 വർഷമുണ്ട് കഴിഞ്ഞ് 2033 എന്ന ആ സംഖ്യാ വർഷം ഭൂമിയിൽ ആഗതമാകുമ്പോൾ അത് യുഗം അവസാനിക്കുന്നു. പിന്നീട് 45 ദിവസം, അതായത് പിന്നീട് വരുന്ന 40 ദിവസമാണ് 1.5 മാസം. ആ 1.5 മാസമാണ് ഞാൻ 11 കണക്കും പറഞ്ഞിട്ടുണ്ട്. 1290 എന്ന സംഖ്യ 2030 തുടങ്ങിയാൽ അവിടുന്ന് 3.5 വർഷം കഴിയുമ്പോൾ 2033 ആകുമെന്നും 2033 ശേഷം 1335 ദിവസം ഉറച്ചു നിൽക്കുന്ന ഭാഗ്യവാൻ, അതായത് 1290 പ്ലസ് 45 സമയം 1335. ആ സംഖ്യ വന്നെത്തുന്നത് 2034 ഫെബ്രുവരി 15 തീയതിയാണ്. അതാണ് സൂര്യനും ചന്ദ്രനും ഭൂമിയും അപ്രത്യക്ഷമാകുന്ന, പ്രപഞ്ചം അപ്രത്യക്ഷമാകുന്ന സംഭവം. ഇതിൽ കൂടുതൽ തെളിവോടുകൂടി എനിക്കിനി വചനത്തിൽ പറയാനില്ല. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്താണ് വിശ്വസിക്കുക എന്നുള്ളത് നിങ്ങളുടെ സ്വന്തമായ പ്രത്യേകം പിടിക്കുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. 2033 ഫെബ്രുവരി 2033 യുഗം അവസാനിച്ച് 45 ദിവസം കഴിഞ്ഞ് 2034 ഫെബ്രുവരി 15 ശേഷം സ്വർഗവും പാതാളവും മാത്രമേ ഉള്ളൂ. അല്ലാതെ യേശുവിൻ്റെ കൂടെ പിന്നീട് 1000 വർഷത്തെ ഭരണം ഭൂമിയിൽ ഇല്ല. പിന്നീട് വരുന്ന വർഷത്തെ താമസമാണ് സ്വർഗയുഗം. അതാണ് യേശു ക്രിസ്തു കൂടെയുള്ള നിത്യജീവൻ. അതാണ് സ്വർഗവും പാതാളവുമായിട്ട് രണ്ട് വസ്തുക്കളായിട്ട് പ്രപഞ്ചം ഇല്ലാതായിക്കൊണ്ട്, അതായത് മറ്റ് ഗ്രഹങ്ങൾ ഇല്ലാതാവുകയും പാതാളവും സ്വർഗവും പ്രത്യക്ഷമാവുകയും ചെയ്യും. ഇപ്പോൾ നമുക്കറിയാം പാതാളമില്ല, ഇപ്പോൾ നമുക്കറിയാം സ്വർഗത്തെ കാണാൻ പറ്റുകയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മളൊരു വെള്ള പേപ്പർ എടുത്ത് ഇങ്ങനെ കത്തിച്ചാൽ ആ കത്തിക്കഴിയുമ്പോഴേ അതിൽ ചാരം നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഈ പേപ്പറായിട്ടിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ചാരം കാണാൻ പറ്റില്ല. എന്നതുപോലെ ഭൂമി കത്തിച്ചാമ്പലായാൽ മാത്രമേ സ്വർഗത്തിന് പ്രത്യക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ, സ്വർഗം പ്രത്യക്ഷമാവുകയുള്ളൂ, നിത്യജീവൻ ഉണ്ടാവുകയുള്ളൂ, മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റുകയുള്ളൂ. ആ ലക്ഷണങ്ങൾ സംഭവിക്കാൻ തക്കതായ ആണവ സംവിധാനങ്ങൾ, അത് ബഹിരാകാശത്ത് പൊട്ടണം. ഇത് ഭൂമിയിൽ പൊട്ടിയിട്ട് ഒരു കാര്യമില്ല. 1 കോടി അണുവായുധങ്ങൾ ഭൂമിയിൽ പൊട്ടിയാലും എന്ത് സംഭവിക്കുകയില്ല? സൂര്യനും ചന്ദ്രനും അപ്രത്യക്ഷമാകുന്നില്ല, ഭൂമി മാത്രം കത്തിച്ചാമ്പലായി പോകും. പക്ഷേ സൂര്യനും ചന്ദ്രനും അപ്പോൾ നിലനിൽക്കും. എന്നാൽ ആണവ ബഹിരാകാശ മിസൈലുകൾ, അതായത് ഹൈപ്പർസോണിക് മിസൈലുകൾ, അത് ബഹിരാകാശത്തിൽ കൂടിയാണ്, ശൂന്യാകാശത്തിൽ കൂടിയാണ് പോകുന്നതെന്നും അതിനെ ഇസ്രായേൽക്കാരുടെ അയൺ ബീം പോലെയുള്ള ലേസർ രശ്മി ഉപയോഗിച്ച് ബഹിരാകാശത്ത് വെച്ച് കത്തിക്കുമെന്നും അങ്ങനെ കത്തിക്കുമ്പോൾ അത് ബഹിരാകാശത്ത് വലിയ ആണവ സ്ഫോടനങ്ങൾ നടക്കുമെന്നും അപ്പോൾ സൂര്യനും ചന്ദ്രനും അപ്രത്യക്ഷമാകുമെന്നുമാണ് വിശുദ്ധ. അതിൻ്റെ ശാസ്ത്രീയമായ തെളിവുകളടക്കം, അതിൻ്റെ വസ്തു അടക്കം വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വെളിപാട് ഗ്രന്ഥം 20-ാം അധ്യായത്തെ ആസ്പദമാക്കി തെളിവ് സഹിതം, ഉദാഹരണ സഹിതം ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഒരിക്കൽ വട്ടായിലച്ഛൻ തന്നെ അച്ഛൻ്റെ സുഹൃത്തായ റാഫേൽ പുത്രനോട് സംസാരിക്കുകയുണ്ടായിരുന്നു. ഈ 1000 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ് എന്ന് ചോദിച്ചു. എന്നാൽ അദ്ദേഹം റാഫേൽ പുത്രന് എന്നെ വിളിക്കുകയും എന്നോട് ചോദിക്കുകയും ചെയ്തു, ബ്രദറെ നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സംഭവം ആ ബ്രദറിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ബ്രദർ വട്ടായിലച്ഛനോട് പറഞ്ഞു കൊടുത്തു, ഈ 1000 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് ഈ രീതിയിലാണെന്നാണ് ഇങ്ങനെ ഒരു ബ്രദർ കണ്ണൂർ ജില്ലയിൽ നിന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനോട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവർക്ക് പോലും സംശയമുള്ളത് ഈ രീതിയിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആ സംശയത്തെ ദൂരീകരിക്കുവാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, തെളിവ് സഹിതം, ഉദാഹരണ സഹിതം. പ്രത്യേകിച്ചും AI റോബോട്ടുകൾ, അതാണ് സൊദോം ഗൊമോറ ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. അതായത് AI റോബോട്ട് സുന്ദരികളായ സ്ത്രീകളെ വിവാഹം കഴിക്കാനും അതുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും അതിനെ വിവാഹം കഴിച്ച് ഭാര്യപ്പൽ കൊണ്ടു നടക്കാനും ഒക്കെ കഴിയുന്ന സംവിധാനത്തിലേക്ക്, അത്തരം വസ്തുക്കൾ മാർക്കറ്റിൽ വരുന്ന അവസ്ഥയിലേക്ക് ലോകം രൂപാന്തരപ്പെട്ടു. അത് സൊദോം ഗൊമോറയുടെ ഉദ്ഘാടനമായിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ, ആ രീതിയിൽ ചിന്തിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലാതെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അതൊരു കമ്പനി ശാസ്ത്രീയമായിട്ട് ഉൽപ്പാദിപ്പിച്ച ഒരു യന്ത്രവസ്തുവാണ്. അതിനെ നമുക്ക് വാങ്ങാൻ കിട്ടും. അത് സാധാരണ കാറ് മേടിക്കുന്നു, നമ്മൾ മാർക്കറ്റിൽ പോയി ടെലിവിഷൻ മേടിക്കുന്നു, അതുപോലൊരു വസ്തു മേടിക്കുന്നതായിട്ട് ലോകത്തിന് കാണാൻ സാധിക്കും. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിച്ചാലേ അതിൽ അന്തർലീനമായിരിക്കുന്ന നിഗൂഢ രഹസ്യങ്ങൾ ഞാൻ പറയുന്നത് പറഞ്ഞു കഴിയുമ്പോഴേ നിങ്ങൾക്കത് ശരിയാണല്ലോ, അല്ലെങ്കിൽ ഇതാണല്ലോ ശരി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ ഇന്നും ആർക്കും തലയ്ക്കത് ഗ്രഹിക്കാൻ പറ്റിയില്ല. പറയപ്പെടും അത്ര നിഗൂഢമായ കാര്യങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ, വെളിപാട് എന്ന പുസ്തകത്തിൽ, വിശുദ്ധ ഗ്രന്ഥമാകുന്ന വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര വ്യക്തമായിട്ട് നിങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്കിനി ലോകം അവസാനിച്ച് യേശു ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കുവാൻ, കർത്താവായ യേശു ക്രിസ്തു കൂടെ എടുക്കപ്പെടുവാൻ,
കർത്താവ് യേശുവിനും കൂടെ അപ്പോൾ നമ്മിൽ അവശേഷിക്കുന്നവർ യേശു കർത്താവിനെ എതിരേൽക്കാനായി വാനമേഘങ്ങളിൽ സംഭവിക്കപ്പെടുന്ന ആ വലിയ രൂപാന്തര പ്രക്രിയ, ആകാശം ഒരു തെറുത്തു മാറ്റി ചുരുൾ പോലെ അപ്രത്യക്ഷമാകുന്ന ആ വലിയ ഭീകര സംഭവം, വലിയ ശബ്ദത്തോടെ ആകാശം അപ്രത്യക്ഷമാകുന്ന അവസ്ഥ, ചന്ദ്രനിൽ കൊണ്ടുവെക്കുന്ന ആണവായുധങ്ങൾ അവിടെ ഇരുന്ന് കത്തി ചന്ദ്രൻ അപ്രത്യക്ഷമാകുന്ന വലിയ സംഭവം, സൂര്യൻ അന്ധകാരമായിട്ട് പോകുന്ന വലിയ സംഭവം, ഭൂമി ഒരു പാതാളമായിട്ട് 1 കോടി ഡിഗ്രി സെന്റിഗ്രേഡ് ചൂടുള്ള ഭൂമി കത്തി ഒരു തീ പൊയ്കയായിട്ട് പാതാളമായിട്ട് നിത്യപാതാളമായിട്ട് അത് കിടക്കുന്ന അവസ്ഥ. ഇത് സംഭവിക്കാൻ 8 വർഷങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി വിഷമമാണിത് മനസ്സിലാക്കാൻ ഗ്രഹിക്കുവാൻ. അതുകൊണ്ട് പറയും 8 വർഷം കൂടി ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഞാൻ മനസ്സാധപ്പെടുന്നുള്ളൂ, അല്ലെങ്കിൽ 8 വർഷം കൂടെ കഴിയട്ടെ, ഇത് ശരിയോ തെറ്റോ എന്ന് ഞാൻ നോക്കിയിട്ട് എൻ്റെ യേശുവിനെ ഞാൻ വിളിക്കുന്നുള്ളൂ. അതുവരെ ഞാനിപ്പോൾ തിന്നും കുടിച്ചും സുഖിച്ചും രസിച്ചും ആനന്ദിച്ചും ഞാൻ എൻ്റെ സൗകര്യം പോലെ എൻ്റെ ജഡത്തെ ഞാൻ എൻ്റെ സൗകര്യം പോലെ കൊണ്ടുപോകും. അതൊന്നും ആരും ചോദ്യം ചെയ്യാൻ ഒരു വ്യക്തിക്കും അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ അല്ലെങ്കിൽ അച്ഛന്മാരെ, മെത്രാന്മാരെ, സഭയെ, ആഗോള തിരുസഭയെ, കേരള സഭയെ, ഭാരത സഭയെ ഞാൻ പറയുകയാണ്, ഇതാണ് സത്യമെന്ന് ഗ്രഹിച്ചോ, ഇതാണ് സത്യമെന്ന് മനസ്സിലാക്കുവാൻ വിശുദ്ധ എഴുതപ്പെട്ടിരിക്കുന്ന വചനം കൂട്ടിയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു ഭാവന ഇത് കണ്ടു പറയുകയല്ലേ എന്ന്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇതൊന്നും നമ്മുടെ മാനസാന്തരമല്ല, ഇതൊന്നും ജഡത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് ദിവസക്കാലത്ത് പറഞ്ഞ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ, ശരീരത്തിൽ, മനസ്സിൽ വന്നാൽ ഞാനൊരു ക്രിസ്തു രൂപമുള്ള വ്യക്തി രൂപമായിട്ട് മാറും. അതായത് എൻ്റെ അങ്കികൾ ഞാൻ കഴുകും, അശുദ്ധിയിൽ നിന്നും എന്നേക്കുമായി വിടുതൽ പറഞ്ഞുകൊണ്ട് ആധുനിക ലോകത്തിൻ്റെ ജഡമോഹത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വശീകരണ ശക്തിയുള്ള, മാദക ശക്തിയുള്ള, വശീകരണ വ്യഭിചാര ചിന്തകൾ തരുന്ന സംഭാഷണങ്ങൾ, ചിത്രങ്ങൾ, ചലനങ്ങൾ, എല്ലാ സംഭവങ്ങൾ, അതിൻ്റെ എല്ലാ അർത്ഥതലത്തിലും അത് വലിച്ചെറിഞ്ഞുകൊണ്ട്, വേണ്ടാന്ന് വെച്ചുകൊണ്ട് എൻ്റെ ആത്മാവിനെ, എൻ്റെ ശരീരത്തെ, എൻ്റെ കണ്ണുകളെ, എൻ്റെ ഇന്ദ്രിയങ്ങളെ 5 കന്യകമാരുടെ കയ്യിലെ വിളക്കുപോലെ, എണ്ണ വിളക്കുകളിൽ സൂക്ഷിച്ചതുപോലെ ആ സമയത്ത് വിളക്കും എണ്ണയും അതിൽ അഗ്നിയും ജ്വലിക്കുവാൻ തക്കവിധം പരിശുദ്ധി കൊണ്ട് നിറഞ്ഞ് ജീവിച്ചോ മക്കളെ, ഇല്ലെങ്കിൽ ഓർക്കപ്പുറത്ത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് കുറുദസ്കത്തിൽ, ഗർഭിണിക്ക് പ്രസവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബദിക്കും എന്ന് പറഞ്ഞത്. നിബദിക്കുക എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി ശൂന്യമായി പോവും. പിന്നീട് അതിനെ പടുത്തുയർത്താൻ പറ്റിയില്ല. ഒരു മരം വെട്ടിയാൽ അതിന് ശിഖരങ്ങൾ മുളച്ചു വന്നു. പക്ഷേ എന്നേക്കുമായി നിബദിച്ചാൽ എന്നേക്കുമായ മരക്കുറ്റി ശൂന്യമായി പോകുന്നത് പോലെ എന്നേക്കുമായി ശൂന്യമായി പോകുന്ന പ്രപഞ്ചത്തിൻ്റെ ഘടന അതാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്ന വചനമാണത്. വീണ്ടും ഞാൻ നിങ്ങൾക്ക് വെളിപാട് ഗ്രന്ഥം 20-ാം അധ്യായം 1000 വർഷത്തെ ഭരണത്തെക്കുറിച്ച് ഉദാഹരണ സഹിതം ശാസ്ത്രീയ തലത്തിൽ അതിൻ്റെ വരുംവരായികൾ, അതിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ്. ഇനി ഷിബു ഷെർലി എന്നല്ല, ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും ഇതിനെപ്പറ്റി ഒരു സംശയമില്ലാത്ത വിധമാണ് ഞാൻ തന്നിരിക്കുന്നത്. എന്നാലും പ്രിയ സഹോദരങ്ങളെ, നിങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന 1000 വർഷത്തെ ഭരണമുണ്ടെന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരുന്നു കൊള്ളുക. നിങ്ങൾ അങ്ങനെ ഒരുങ്ങിക്കൊള്ളുക, ജീവിച്ചുകൊള്ളുക. അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എനിക്ക് ഇനി സാധിക്കുകയില്ല. കാരണം അത് അസാധ്യമാണ്. കാരണം കർത്താവിൻ്റെ വചനം ഇതിൽ കൂടുതൽ തെളിവോടെ സംസാരിക്കാൻ ആരെക്കൊണ്ടും പറ്റിയിട്ടില്ല, ആരെക്കൊണ്ട് സാധിക്കുമില്ല. ഇത്ര ശാസ്ത്രീയമായി തെളിവ് സഹിതം അതിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാലഘട്ടത്തെ എടുത്തു വെച്ച് തന്നുകൊണ്ട് നിങ്ങളെ ഒരുക്കിയ ഒരു വ്യക്തിയും ഇന്ന് ലോകത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇതുപോലെ പറഞ്ഞുകൊണ്ട്. കാരണം മറ്റാർക്കും അറിവ് കിട്ടിയിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ്. എന്നാൽ അത്രമാത്രം തന്നിട്ടും വിശ്വസിക്കുന്നില്ല, അത് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ മറുതലം നിങ്ങൾ കണ്ടുകൊണ്ട് വിശ്വസിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളങ്ങനെ വിശ്വസിച്ചുകൊള്ളുക, നിങ്ങളങ്ങനെ ജീവിച്ചുകൊള്ളുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നാൽ ഇതാണ് ശരി. ഇത്രമാത്രം ഈ പരമസത്യമായി വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരുങ്ങും, ഞാൻ വിശുദ്ധീകരണ പ്രക്രിയ നടത്തും, ഞാനൊരു ധ്യാനം കൂടി അല്ലെങ്കിൽ ഒരു നല്ല കുംഭസാരത്തിനായിട്ട് ഒരുങ്ങി എൻ്റെ കുറവുകളെ കണ്ടെത്തി ഞാൻ എന്തൊക്കെയാണ് വലിച്ചെറിയേണ്ടത്, എൻ്റെ കണ്ണിൽ നിന്നും എന്തൊക്കെയാണ് എടുത്ത് കളയേണ്ടത് എന്ന് പുനഃപരിശോധന നടത്തി എൻ്റെ ആത്മാവിനെ പരിശുദ്ധി കൊണ്ട് വിശുദ്ധി കൊണ്ട് നിറച്ച് പുണ്യപ്രവർത്തികളാൽ നിറച്ച് യേശുവിൻ്റെ വരവിനായി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന അനേകരുണ്ട് പ്രിയപ്പെട്ടവരെ. അവർക്കുള്ളതാണ് നിത്യജീവൻ. ആ നിത്യജീവൻ്റെ ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ അത്തരം ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലാതെ പെട്ടെന്നൊന്നും സാധിക്കുകയില്ല. കാരണം ഇത് വളരെ നിഗൂഢമാണ്, ഇത് വളരെ ബുദ്ധിമുട്ടേറിയതുമാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, ഇത്തരം വചനങ്ങളുടെ ഗഹനമായ രൂപങ്ങൾ, ഇതിൽ നിക്ഷിപ്തമായിരിക്കുന്ന വചനത്തിൻ്റെ ത്രിതല ജ്ഞാനം, എല്ലാ ദൈവവചനത്തിന് പ്രത്യേകിച്ചും
വെളിപാട് ഗ്രന്ഥത്തിൽ ഒരു വചനത്തിന് 3 തലത്തിലുള്ള അർത്ഥമുണ്ട്. ആ ഒരു വചനത്തിൽ തന്നെ 3 തലമുണ്ട്, 3 തലത്തിലുള്ള അർത്ഥമുണ്ട്. അല്ലാതെ ഒരു ഡയറക്റ്റ് അർത്ഥം. ഇപ്പം എന്താണ് പറയുക, നിർണായക യുദ്ധം എന്ന് കേൾക്കുമ്പോൾ യുദ്ധം, നമ്മൾ യുദ്ധം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ ചിന്തിക്കുക? യുദ്ധമെന്ന് കേൾക്കുമ്പോൾ ചിന്തിക്കുന്നത് 2 രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നു, അല്ല 2 വ്യക്തികൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നു. ഇതാണ് നമ്മൾ നിർണായക ചില തീരുമാനം എടുക്കുന്ന യുദ്ധം. അതാണ് എൻ്റെ നേരിട്ടുള്ള അർത്ഥം. പക്ഷേ നേരിട്ടുള്ള അർത്ഥം അതല്ല. എൻ്റെ ആത്മാവ്, മനസ്സ്, ശരീരം സാത്താനുമായിട്ടുള്ള യുദ്ധത്തിൽ വിജയിച്ച് യേശു ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് യേശുവിൻ്റെ കൂടെ പോകാൻ തക്കവിധമുള്ള ഒരു നിർണായകമായ യുദ്ധം നടത്തി അതിൽ വിജയിച്ച് യേശുവിൻ്റെ കൂടെ ആയിരിക്കുന്ന രീതിയിൽ എൻ്റെ ആത്മീയ രൂപത്തെ, എൻ്റെ വ്യക്തിത്വത്തെ ശേഖരിച്ച് ക്രമീകരിച്ച് രൂപീകരിച്ച് എടുത്തു വയ്ക്കുന്ന ഒരു പ്രക്രിയയാണിത്. അതാണ് നിർണായക യുദ്ധം, അല്ലാതെ വേറൊരു യുദ്ധമല്ല. ഈ യുദ്ധത്തിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ സിനിമ എന്ന സംഭവത്തിൽ നിന്നും ഞാൻ യുദ്ധം ചെയ്ത് അതിൽ നിന്ന് വിമോചനം നേടുന്ന ഒരവസ്ഥ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. അപ്പോൾ എനിക്ക് സിനിമ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് മൊബൈലിലോ ലാപ്ടോപ്പിലോ തിയേറ്ററിലോ ഒക്കെ പോയി കാണും. അതിനോട് ഈ യുദ്ധം ചെയ്യണം. യുദ്ധം ചെയ്യുന്ന സിനിമ എന്ന സംഭവത്തെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കാൻ തക്കവിധം എൻ്റെ ശരീരത്തെ, ആത്മാവിനെ, മനസ്സിനെ അതിൽ നിന്ന് ഊരി വലിച്ചൂരി മാറ്റി യേശു ക്രിസ്തുവിൽ സ്ഥിരീകരിച്ച് ദൃഢീകരിച്ചെടുക്കുന്ന ആ പ്രക്രിയ വലിയ വലിയ പ്രശ്നം. മറ്റൊരുതാണ് പറഞ്ഞ മദ്യപാനം ഡെയിലി ദിവസവും മദ്യം കഴിക്കുന്ന ആളുകൾ. ആ മദ്യം കഴിക്കുന്ന വ്യക്തി ഒരു ദിവസം തീരുമാനിക്കുകയാണ്, ഇന്ന് ഞാൻ മദ്യം കഴിക്കുകയില്ല, ഈ മദ്യപാനത്തെ ഞാൻ എന്നേക്കുമ്പോൾ വലിച്ചെറിയാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ എനിക്ക് കഴിയുന്നില്ല. പക്ഷേ അതിനോട് യുദ്ധം ചെയ്യുന്നു. ആ യുദ്ധം എന്ന് പറയുന്നത് മനസ്സ്, ശരീരം, ആത്മാവ്, ആ 3 തലവും മദ്യത്തിൻ്റെ ദുരാത്മാവ് എന്ന പൈശാചിക ശക്തിയിൽ നിന്നും അടർത്തി മാറ്റി, എടുത്തു മാറ്റി, അതിൽ നിന്ന് വിമോചനം നേടി മദ്യമെന്ന വസ്തുവിനെ വലിച്ചു ദൂരെറിഞ്ഞ് യേശു ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ശരീരവും വിട്ടുകൊടുക്കുന്ന, യേശു ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിച്ചു കൊടുക്കുന്ന, യേശു ക്രിസ്തുവിന് വേണ്ടി എൻ്റെ മനസ്സിനെ പൂർണ്ണമായിട്ടും ക്രിസ്തുവിന് തീരെഴുതി കൊടുക്കുന്ന ആ വലിയ യുദ്ധം അതൊരു സാധാരണ യുദ്ധമല്ല പ്രിയ സഹോദരങ്ങളെ. അതൊരു സാധാരണ യുദ്ധമല്ല. അത് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ യുദ്ധമാണ്. ആ യുദ്ധത്തിൽ വിജയിക്കുന്ന വ്യക്തി, അത് ഉദാഹരണം പറഞ്ഞു, അത് വ്യഭിചാരമാണെങ്കിൽ, ബ്ലൂ ഫിലിമാണെങ്കിൽ, സിനിമയാണെങ്കിൽ, സീരിയലിലാണെങ്കിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയമാണെങ്കിൽ, സമ്പത്താണെങ്കിൽ, IELTS ആണെങ്കിൽ, വിദേശ ജോലിയാണെങ്കിൽ, എൻ്റെ ചുരിദാറാണെങ്കിൽ, എൻ്റെ ബർമൂഡയാണെങ്കിൽ, എൻ്റെ അശ്ലീല സംഭാഷണത്തിൻ്റെ ശ്രവണമാണെങ്കിൽ, എൻ്റെ വിശ്വാസക്കുറവും വിശുദ്ധിയുടെ കുറവുമാണെങ്കിൽ, എനിക്ക് കൂദാശയുടെ താല്പര്യം കുറവാണെങ്കിൽ, ഇതിനെയെല്ലാം അതിജീവിച്ച് അതിനെയെല്ലാം വിശുദ്ധിയുടെ തലങ്ങളിൽ കണ്ടുകൊണ്ട് രൂപാന്തരം പ്രാപിക്കുന്ന ആ വലിയ സംഭവം സങ്കീർണമായ പ്രശ്നമാണ്. ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ ചെയ്തതിനേക്കാൾ സങ്കീർണമാണ് ഇത്തരം ആത്മീയ വിശുദ്ധീകരണ പ്രക്രിയ. അത് വളരെ വിഷമമേറിയതാണ്, ബുദ്ധിമുട്ടേറിയതാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഹൃദയപൂർവ്വം വിളിച്ചാൽ നിങ്ങൾക്ക് ഏത് അശുദ്ധിയിൽ നിന്നും, ഏത് മ്ലേച്ഛതയിൽ നിന്നും, ഏത് പൈശാചിക ബന്ധനത്തെ പിടുത്തത്തിൽ നിന്നും എന്നേക്കുമായിട്ട് വിമോചനപ്പെടുവാൻ, രക്ഷപ്പെടുവാൻ കൽപ്പുള്ളവനാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ, യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ് അഗ്നിയാണ്, കൊടുങ്കാറ്റാണ്, അത് തീക്കുണ്ടമാണ്. ആ പരിശുദ്ധാത്മാവ് ഏതെങ്കിലും വ്യക്തിയിൽ വചനരൂപത്തിൽ, ധ്യാനരൂപത്തിൽ, ആത്മീയ രൂപത്തിൽ പ്രവേശിച്ചാൽ ആ മനുഷ്യനെ കർത്താവ് അവൻ്റെ അശുദ്ധികളെ കത്തിച്ച് ചാമ്പലാക്കി അവനിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ കൊടുങ്കാറ്റ് വെച്ചുകൂടും. അങ്ങനെയാണ് വചനപ്രഘോഷകരും അത്ഭുത സാക്ഷികൾ പറയുന്നവരും, അതായത് അക്രൈസ്തവ മതത്തിൽ നിന്നും അക്രൈസ്തവരിൽ നിന്നും ക്രൈസ്തവ മതത്തിലേക്ക് വന്ന് കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുന്നവർക്ക് നമ്മൾ തീക്കാറ്റായി, കൊടുങ്കാറ്റായി അവർ പ്രഘോഷിക്കുന്നതും പ്രബോധിപ്പിക്കുന്നതും നമ്മൾ കേൾക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ വെളിപാട് ഗ്രന്ഥം 20-ാം അധ്യായത്തിൽ ഇതിൽ കൂടുതൽ തെളിവായിട്ട് പറയാൻ നിങ്ങൾ വേണമെങ്കിൽ കുറേ വചനങ്ങൾ കൂട്ടിച്ചേർത്ത് പറയാം. പക്ഷേ പരമാവധി വചനങ്ങളെ കുറച്ച് തന്നുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളെ നിങ്ങൾക്ക് എത്തിച്ചു തന്നുകൊണ്ട് നിങ്ങളെ ക്രിസ്തുവിനായിട്ട് ഒരുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിനാൽ ഞാൻ ആവർത്തിച്ച് പറയുന്നു, വെളിപാടിൻ്റെ പുസ്തകം 22-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ കൂടെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ പോവുകയാണ്. എപ്പോഴും പറയുന്ന വചനങ്ങളാണ്, നിങ്ങൾക്ക് ബോറടിക്കും ആ വചനം കേട്ടാൽ. എന്നാലും പ്രിയ സഹോദരങ്ങളെ, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. വെളിപാട് 22:14 ജീവൻ്റെ പരിഷത്തിന് മേൽ അവകാശം ലഭിക്കുന്നതിനും കവാടങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതിനും തങ്ങളുടെ അങ്കികൾ കടി വിശുദ്ധീകരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭാഗ്യമെന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ നിത്യജീവന് ചേർന്ന ശരീരമായി രൂപാന്തരപ്പെടുന്ന ആ ഭാഗ്യം. ആ ഭാഗ്യം യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, സഹനങ്ങളിൽ നിന്നും, പൈശാചിക പീഡകളിൽ നിന്നും എൻ്റെ മനസ്സിനെയും ശരീരാത്മാവിനെയും ഞാൻ എന്ന വ്യക്തിയെ പൂർണ്ണമായും സംരക്ഷിച്ച് കർത്താവ് നിർത്തുവാൻ യോഗ്യമായ ഒരു പ്രക്രിയ എന്നിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ
ഞാൻ നിശ്ചയം രക്ഷിക്കപ്പെടും. അതിനാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുവചനം നമ്മെ ശക്തീകരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുശരീരക്തങ്ങൾ എന്നെ ഏറ്റവും യോഗ്യമായ നിത്യജീവൻ്റെ ഉടമസ്ഥനായിട്ട് മാറ്റട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുവചനത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ എന്നിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹവും സന്തോഷവും എന്നിൽ നിറയുവാൻ കർത്താവായ യേശുവിനെ ആരാധിക്കുന്ന മനോഭാവം എന്നിൽ നിറയട്ടെ. യേശു ക്രിസ്തു തിരുവചനങ്ങൾ വായിക്കുന്ന സ്വഭാവം ശീലമാക്കി മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൽ ആഴപ്പെടുന്ന ഒരു നീതിബോധം എന്നിൽ വളർന്നു വരട്ടെ. യേശു ക്രിസ്തുവിനെ ഓർത്ത് മറ്റുള്ളവർക്ക് ധനസഹായമോ മറ്റ് സാമ്പത്തിക സഹായമോ മറ്റ് സാങ്കേതിക സഹായങ്ങളോ എന്തുവിധ സഹായങ്ങളും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ മനസ്സും ശരീരവും മാറട്ടെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അന്ത്യവിധി ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല, നിങ്ങൾ എന്നെ കാരാഗ്രഹത്തിൽ കണ്ടില്ല, ഞാൻ നഗ്നനായി നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല എന്ന് പറയുന്ന ആ വചനം പ്രിയപ്പെട്ടവർ ഓർക്കണം. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ഈ എളിയവരിൽ ഒരുവനെ ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തത്. എളിവരെക്കുറിച്ച്, വേദനിക്കുന്നവരെക്കുറിച്ച്, അനാഥരെക്കുറിച്ച്, വിധവകളെക്കുറിച്ച്, വിധവന്മാരെക്കുറിച്ച്, ഭവനമില്ലാത്തവരെക്കുറിച്ച്, അവിവാഹിതരെക്കുറിച്ച്, ഡൈവേഴ്സ് ചെയ്ത് നിൽക്കുന്നവരെക്കുറിച്ച്, ഡൈവേഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെക്കുറിച്ച്, ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയും കണ്ടുമുട്ടുന്നവരെ ഏത് വ്യക്തികളെന്ന് കണ്ടെത്തിക്കൊണ്ട് അവിടെ കർത്താവിൻ്റെ സുവിശേഷം കൊടുത്ത് അവനെ ജീവനിലേക്ക് നയിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം പ്രിയ സഹോദരങ്ങളെ. അങ്ങനെ വിശുദ്ധിയുടെ തലങ്ങളിൽ കൂടെയുള്ള പ്രവൃത്തി കൂടെ മുന്നോട്ട് പോകുന്നവർക്കാണ് കർത്താവിൻ്റെ സംരക്ഷണ കോട്ട ഒരുക്കുന്നത്. അല്ലാതെ സാധാരണ ജീവിതം നയിച്ച് സാധാരണ കുർബാന കണ്ട് സാധാരണമായിട്ടുള്ള ഒരു വചന ധ്യാനം കൂടി ഒരു സാധാരണ ക്രിസ്ത്യാനി, ഒരു സാധാരണ ആവറേജ് പോക്ക്, അതല്ല കർത്താവ് അർത്ഥമാക്കുന്നത്. നിന്നെ പരീക്ഷിക്കാൻ കർത്താവിൻ്റെ അഗ്നി ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ, നിൻ്റെ മേൽ നിന്ന് ഭക്ഷണവും വെള്ളവും അപ്രത്യക്ഷമാകുമ്പോൾ, നിൻ്റെ ഭവനത്തിൽ നിന്നും നിൻ്റെ നഗരങ്ങളിൽ നിന്നും സംവിധാനങ്ങൾ, ആധുനിക സംവിധാനങ്ങൾ നഷ്ടമാകുമ്പോൾ, ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ നീ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കുമ്പോൾ, അവിടെയാണ് കർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ വിശുദ്ധിയുടെ ശക്തി നമ്മളിൽ തെളിഞ്ഞു വരുന്നത്. ഞാൻ വിശുദ്ധിയുള്ളവനാണെങ്കിൽ, ഞാൻ ക്രിസ്തുവിനോട് ചേർന്നവനാണെങ്കിൽ എന്നെ തകർക്കുവാൻ ഒരു വ്യക്തിക്കും കഴിയില്ല. കർത്താവിൻ്റെ സംരക്ഷണ കോട്ടയ്ക്കുള്ളിൽ ഞാൻ സുരക്ഷിതനായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ വചനങ്ങളെല്ലാം നമ്മൾ ആവർത്തിച്ച് പഠിക്കുന്നതും ആവർത്തിച്ച് പറയുന്നതും ആവർത്തിച്ച് ധ്യാനിക്കുന്നതും ആവർത്തിച്ച് കർത്താവിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥ രൂപാന്തരപ്പെടാൻ വേണ്ടി. അതിനാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം എനിക്ക് ചുറ്റും പാളയമെടുത്ത് നിൽക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുപരിശുദ്ധാത്മാവ് എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കട്ടെ. സകലവിധ അശുദ്ധിയിൽ നിന്നും, സകലവിധ മ്ലേച്ഛതയിൽ നിന്നും, സകലവിധ അസ്വസ്ഥതയിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, പീഡകളിൽ നിന്നും യേശു ക്രിസ്തുവിൻ്റെ തിരുവചന ശക്തി നമ്മളെ സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ.